നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവേകാനന്ദ പാറയിലെ 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നിന്നും ഇന്നലെയാണ് മടങ്ങിയത്. ധ്യാനത്തിന് പിന്നാലെ തിരുവള്ളുവർ പ്രതിമയിൽ അദ്ദേഹം മാല ചാർത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. 3 സാഗരങ്ങളുടെ സംഗമ കേന്ദ്രത്തിന് കിഴക്കേ ചെരുവിലായിരുന്നു മോദിയുടെ ധ്യാനം. കന്യാകുമാരിയിലെത്തിയ പ്രധാനമന്ത്രി 30 വൈകിട്ട് 5:40 കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിനായി എത്തിയത്. കാവിമുണ്ടും ജുബയുമായിരുന്നു വേഷം. നെറ്റിയിൽ ഭസ്മക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷമാലയും അണിഞ്ഞിരുന്നു. സൂര്യ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം സഭാമണ്ഡപത്തിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ ധ്യാനത്തിന് ഇരിക്കുകയായിരുന്നു. ഉണക്കമുന്തിരിയും കരിക്കും മോരുമായിരുന്നു ആഹാരം. വിവേകാനന്ദ പാറയിലെ മാനേജറുടെ മുറി പ്രധാനമന്ത്രിയുടെ ഉപയോഗത്തിനായി പ്രത്യേകം സജ്ജീകരിച്ചിരുന്നു. അവിടെയായിരുന്നു ധ്യാനത്തിനു ശേഷമുള്ള സമയം ചെലവഴിച്ചത്. 3 മണിയോടുകൂടി ബോട്ടിൽ തീരത്ത് എത്തിയിരുന്നു. ഡൽഹിയിലേക്ക് മോദി മടങ്ങുന്നതോടെ ഇനി വീണ്ടും അധികാരത്തിന്റെ സോപാനത്തിലേക്കുള്ള വഴികളാണ് മോദിക്ക് മുന്നിൽ. വൈകുന്നേരത്തോടുകൂടി എക്സിറ്റ് പോൾ വരുമ്പോൾ BJP അധികാര തുടർച്ച ഉണ്ടായി എന്ന ചിത്രവും കൂടി വ്യക്തമാകുമ്പോൾ മോദിയുടെ ധ്യാനം പൂർത്തിയാകുന്നു. മോദിയുടെ ധ്യാനത്തെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷമായ കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. നിശബ്ദ പ്രചാരണ ദിവസം വാർത്താ തലക്കെട്ടുകളിൽ നിറയാനുള്ള നീക്കമാണിതെന്നും കോൺഗ്രസിന്റേതടക്കം പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും ആയിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ധ്യാനം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നും കോൺഗ്രസ് പറഞ്ഞിരുന്നു. മോദിയുടെ ധ്യാനത്തെ പരിഹസിക്കുന്ന കാർട്ടൂൺ TMC നേതാവ് മഹൂവ മൊയ്ത്ര പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഏതൊക്കെ തരത്തിലേക്ക് വിമർശനം ഉണ്ടായിരുന്നുവെങ്കിലും മോദി അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. ചുറ്റുപാടും വീഡിയോയും ക്യാമറയും ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് ഇത് എന്ത് ധ്യാനം എന്നൊക്കെ ചോദിക്കുകയുണ്ടായിരുന്നു. കർണാടക ഹൈക്കോടതിയിൽ അടക്കം ഈ കോൺഗ്രസ് നേതാക്കൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അടിയന്തരമായി തന്നെ ഹർജി പരിഗണിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനും മുതിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്തായാലും നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോദിയുടെ ധ്യാനം അത് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ധ്യാനവും കന്യാകുമാരിയിലേക്കുള്ള യാത്രയും DMK അടക്കമുള്ളവർ വലിയ രീതിയിലാണ് ചർച്ച ചെയ്തിരുന്നത്. കാരണം BJPയുടെ വലിയൊരു ആവേശം തന്നെയായിരിക്കും. പക്ഷേ അപ്പോഴും മോദി കൃത്യമായി പറഞ്ഞു വെച്ചിരുന്നത് BJP അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കരുത്, അതുകൊണ്ട് തന്നെ എന്നെ ആരും കാണാൻ വരേണ്ടതില്ല. BJP നേതാക്കളെ ആരെ പോലും തിരുവനന്തപുരത്താകട്ടെ വിമാനത്താവളത്തിൽ BJP നേതാക്കൾ എത്തിയിരുന്നില്ല. കന്യാകുമാരിയിലാകട്ടെ അങ്ങനെ തന്നെയാണ്. കന്യാകുമാരിയിൽ പോയ BJP നേതാക്കളെ SBJ വെച്ച് തടയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല, ഇത് എന്റെ സ്വകാര്യതയാണ്, ഇതിൽ എന്റെ സ്വകാര്യതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നതെന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം പറയുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകളും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി.